ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാളല്ലല്ലോ ഡയറക്ടർ. മോണിറ്ററിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആക്ഷനും കട്ടും പറയുന്ന ഒരാളല്ല ഇന്ന് ഡയറക്ടർ. ഇന്ന് എല്ലാവരും ഡയറക്ടറാണ്. ക്യാമറമാൻ ഡയറക്ടറാണ്, കോസ്റ്റ്യൂം ചെയ്യുന്ന ഡയറക്ടറാണ്, എല്ലാവർക്കും. എന്ന് വെച്ചാൽ അവരുടെ എല്ലാ ഇടപെടിയും ഇന്ന് സിനിമയിലുണ്ട്. അതൊക്കെ സിനിമയ്ക്ക് നല്ലതുമാണ്. പണ്ടെന്ന് പറയുന്നത് ഒരു സംവിധായകൻ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം അൾട്ടിമേറ്റ് ഡിസിഷനായിരുന്നു സിനിമ. ഇന്ന് അഭിനയിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ പലപ്പോഴും സംവിധായകനെ സഹായിക്കാറുണ്ട്. പക്ഷേ എഴുത്തിനെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആരും വരാറില്ല. ഇവിടെ എഴുത്തുകാരൻ്റെ പണിയാണ് ഏറ്റവും പ്രയാസമുള്ള പണി. ശൂന്യതയിൽ നിന്ന് ഇത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള പണി. ഞാനൊക്കെ സിനിമ ചെയ്യാൻ മടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ്. കാരണം ഇനി ആൾക്കാർക്ക് ഇപ്പം നമ്മളുടെയൊക്കെ മനസ്സിലുള്ള സിനിമകളൊക്കെ ആക്ച്വലി സത്യനന്ദിക്കാടിനെയും ശ്രീനിവാസൻ സാറിനെയും ഐവിശ്വ സാറിനെയും ഒക്കെ ആരാധിച്ച് വന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സിനിമ പഠിച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് അന്ന് 2007, 2008 കാലഘട്ടം തൊട്ട് കഷ്ടപ്പെട്ട് തുടങ്ങി ആ യാത്ര വന്ന് അവസാനിച്ച് 2020 സിനിമ എടുക്കുമ്പോൾ സിനിമ മാറി. അപ്പോൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറിയ സിനിമകൾക്കനുസരിച്ച് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി പഠിച്ച് പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കി സിനിമ ചെയ്തില്ലെങ്കിൽ സിനിമ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.